എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 21ാമത്തെ ദിവസമാണ്. ജയ്പൂർ ചാപ്റ്ററാണ് ഇന്ന് പാരായണം സമർപ്പിക്കുന്നത്. ആദ്യമായി ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള കാര്യങ്ങൾക്കുമായി ജയ്പൂർ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഓമന വാസുദേവൻ അവരുകളെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള പരിപാടികൾക്കുമായി ജയശങ്കര. ഓമന സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? അവിടെ നിന്ന് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. സിസ്റ്ററിനെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ റീപ്ലൈ നൽകുവാൻ ആവുന്നില്ല. എന്തായാലും സിസ്റ്റർ തന്ന ലിസ്റ്റ് പ്രകാരം ഞാൻ ഇന്നത്തെ രാമായണ പാരായണത്തിന് ഗുരുസ്മരണയ്ക്കായി ശ്രീ അച്യുതൻ പിള്ള സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. 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 കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശ്രീശങ്കര. ജയശങ്കര. ഉടനീളം പ്രകാശിക്കും പരമാനന്ദ ജ്യോതിസാം പടപത്രേഷു രൂപാനാം ഗണനാഥം പ്രണാമ്യഹം. അമ്പത്തോരക്ഷരം തന്നിലിമ്പമാർന്നു വിളഞ്ഞിടും നിൻപാതേ കുമ്പിടുന്നമ്പേ അംബോജാക്ഷി സരസ്വതി. ശിഷ്യജാലങ്ങൾക്കേവർക്കും പുഷ്യരാഗസമം മനസ്സെപ്പോഴും ശോഭനം നൽകും സൽഗുരുതം നമാമ്യഹം. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ശ്രീശങ്കര. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ തേ നമഃ. ശ്രീരാമ രഘുരാമ സീതാഭിരാമ ഭദ്ര ശ്രീരാമ രഘുവംശനായക രാവണാരേ ബാലേ നിഗ്രഹ സുഗ്രീവ പ്രിയ രാമചന്ദ്ര കാലദേശാനുകൂല കാലാരിസേവ്യ നമ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണ നിധനം വേദസ്യ രാമായണം. രക്ഷോ വാനരേണ നികരമയോധ്യാപുരീഗമനം ശ്രീരാമപട്ടാഭിഷേകം സമ്പൂർണ്ണ രാമായണം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പ്രഭാഷണം കഴിഞ്ഞ് പാരായണം തുടങ്ങാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, വളരെ ക്ലിയർ ആണ്. സാർ കുറച്ചുകൂടെ പുറകോട്ടൊന്നിരുന്നാൽ നന്നായിരുന്നേനെ. യെസ്. രാമകൃഷ്ണന്മാരും സീതയുമൊത്ത് കാട്ടിൽ വസിക്കുന്ന കാലത്ത്
അവരെ കബളിപ്പിച്ച് രാവണൻ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അശോകവനികയിൽ താമസിപ്പിച്ചിരിക്കുമ്പോൾ സീതാന്വേഷണത്തിന്റെ ഭാഗമായി ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്നതാണ് സന്ദർഭം. രാവണന്റെ ഭയപ്പെടുത്തലിൽ അന്താളിച്ചിട്ട് വാവിട്ട് നിലവിളിക്കുന്ന ദേവിയെ ഹനുമാൻ അശോകവൃക്ഷത്തിന്റെ മുകളിലിരുന്ന് വീക്ഷിക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോൾ ഈ രാക്ഷസികൾ തന്നെ ഭക്ഷിക്കുമെന്ന് ഉറക്കെ പറഞ്ഞു കരയുന്ന ദേവിയെ സമാധാനിപ്പിക്കാനായി ഹനുമാൻ ശ്രീരാമ ജനനം മുതലുള്ള കാര്യങ്ങൾ ദേവിയെ കേൾപ്പിക്കുന്നു. ഇത് കേട്ട ദേവി ആകെ വ്യാകുല ചിത്തയാകുകയും ചിന്താക്കുഴപ്പത്തിലാകുകയും ചെയ്യുന്നു. ദേവിയുടെ ആഗ്രഹപ്രകാരം ഹനുമാൻ ദേവിയുടെ മുന്നിൽ കൃഷരൂപിയായ വാനരവേഷത്തിൽ പ്രത്യക്ഷനായി നമസ്കരിക്കുന്നു. എന്നാൽ ഇതെല്ലാം രാവണന്റെ മായകളാണെന്ന വിശ്വാസത്തിൽ സീതാദേവി ഹനുമാനെ സംശയദൃഷ്ടിയ വീക്ഷിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹനുമാൻ തന്റെ സരസമായ സംഭാഷണത്തിലൂടെ താൻ ശ്രീരാമദൂതനായ ഹനുമാനാണെന്ന വിശ്വാസം ദേവിയിൽ വരുത്തുന്നു. ശ്രീരാമന്റെ വനവാസം മുതലുള്ള കാര്യങ്ങൾ വിശദമായി ദേവിയെ കേൾപ്പിച്ചതിന് ശേഷം വിശ്വാസത്തിനായി ശ്രീരാമദേവൻ കയ്യിൽ കൊടുത്തുവിട്ടിരുന്ന അങ്കുലീയം ദേവിയുടെ കൈകളിൽ കൊടുക്കുന്നു. അതോടെ ദേവിയുടെ സംശയങ്ങളെല്ലാം അകലുകയും ഹനുമാനെ മകനെ എന്ന് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ 100 യോജനയുള്ള സമുദ്രം കടന്ന് രാമലക്ഷ്മണന്മാരും വാനരസേനയും എങ്ങനെ ലങ്കയിലെത്തുമെന്ന ചിന്ത ദേവിയെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ രാമലക്ഷ്മണന്മാരെയും വാനരസേനയെയും താൻ തോളിലേറ്റി സമുദ്രം കടത്താമെന്ന് പറഞ്ഞത് കേട്ട് സങ്കടത്തിനിടയിലും ദേവിക്ക് ചിരി വന്നു. ദേവിയുടെ സന്ദേഹം മനസ്സിലാക്കിയ ഹനുമാൻ പർവ്വത തുല്യനായി നിൽക്കുന്നത് കണ്ട് ദേവിയുടെ സംശയം തീരുകയായിരുന്നു. ദേവി ശ്രീരാമന് അടയാളമായി സ്വന്തം ചൂടാമണിയും ജയന്തന്റെ കഥയും പറഞ്ഞു കൊടുത്ത് ഹനുമാനെ യാത്രയാക്കുന്നു. രാവണനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാതെ ഒളിച്ചോടിപ്പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ ഹനുമാൻ രാവണൻ ഏറ്റവും പ്രിയമുള്ള അശോകവനിക ആകെ തകർക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ രാവണൻ തന്റെ ആയിരക്കണക്കിന് ആയുധധാരികളായ ഭടന്മാരെ അയച്ചെങ്കിലും അവരെയെല്ലാം നിഷ്പ്രയാസം കൊന്നൊടുക്കിയതറിഞ്ഞ രാവണൻ മന്ത്രിപുത്രന്മാരെ നിയോഗിക്കുന്നു. ഇരുമ്പ് തൂണിലാൽ അവരെയും സൈന്യത്തെയും അടിച്ചു കൊന്ന ഹനുമാനെ നേരിടാൻ രാവണന്റെ ഇളയപുത്രനായ അക്ഷയകുമാരൻ പടയോടുകൂടി എത്തിയെങ്കിലും അവരെയും നിഷ്പ്രയാസം വകവരുത്തിയ ഹനുമാനെ നേരിടാൻ വീണ്ടും രാവണപുത്രരിൽ ജ്യേഷ്ഠനായ ഇന്ദ്രജിത്ത് തന്റെ പടയോടൊപ്പം എത്തിയെങ്കിലും ഹനുമാനെ കീഴ്പ്പെടുത്താൻ നിവർത്തിയില്ലെന്നതിനാൽ ബ്രഹ്മാസ്ത്രം ചെയ്ത് ഹനുമാനെ ബന്ധിക്കുന്നു. അങ്ങനെ ബന്ധനസ്ഥനായ ഹനുമാനെ രാക്ഷസന്മാർ വീണ്ടും കയറുകൾ കൊണ്ട് കെട്ടിയതിനാൽ ബ്രഹ്മാസ്ത്ര ബന്ധന വിമുക്തനായ ഹനുമാൻ കാര്യഗൗരവം ഓർത്ത് അവശത നടിച്ചു കിടന്നു. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മാസ്ത്രത്തിന് ഹനുമാന് യാതൊരു ഹാനിയും വരുത്താൻ കഴിയില്ല എന്നുള്ള സത്യം രാക്ഷസന്മാർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഹനുമാനെ രാവണ സന്നിധിയിൽ പ്രസ്തുതനാക്കി ഇന്ദ്രജിത്ത് രാവണനോട് ഇനിയുള്ള കാര്യങ്ങൾ മന്ത്രികളുമായി ആലോചിച്ച് തീരുമാനിക്കാൻ പറയുന്നതോടെ ഇന്നത്തെ പാരായണം അവസാനിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഉഷസി നിശിചരികൾ ഇവരുടലും അവ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരുവതിനു കഴിവും ഒരു കണ്ടീല മാനവ വീരനുമെന്നെ മറന്നിതു. കളവനിഹ വിരവിനോട് ജീവനു മധ്യ ഞാൻ കാകുൽസനും കരുണാഹീനനെത്രയും മനസി ബഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നൊരു ശിംശിപാശാഖയും സമയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്ത് വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവും ആലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമല നയന അരവിന്ദ ഗോത്രേ ദശരഥൻ ജാതനായ അരവന്ദനുട പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമഭരത സൗമിത്ര ശത്രുഘ്നന്മാർ. രജനി ചരകുല നിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നൽ വാണിടിനാൻ. ജനക നൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ
കപട യതിവേഷമായി കെട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന വിരവളു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗതതാ. തരണിസുതനോട് സപതി സഖ്യവും ചെയ്തു തുരങ്കൊന്നിത് ചക്രസുതനെയും തരണിതനയനും അത കവീന്ദ്രനുമായി വന്നിത് തൽ പ്രത്യുപകാരമാസു സുഗ്രീവനും കവിവരവിരവിനുടനാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമിത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനി ജരമുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം രാത്രിയിൽ അത്ര ദാതാനുഗ്രഹവശാൽ തരുനികരമരിയ ശിംശുഭാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുതാ കനുവിനോട് കണ്ടു കൃതാർത്ഥനായേനകം കാമലാപാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവതനു ചരലിലഹമഗ്രേസരൻ മമ ഭാഗ്യമഹോമ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം. കിമതി രഘുകുല ചരിത്രം ക്രമേണ മേഘ കീർത്തിച്ചതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുട മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിക സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ. കർണാമൃതം സത്യമായി വന്ദിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിത് മമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനക നൃപ ദുഹിതൃവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടു അവനി മകൾ ചരണ നളിനാന്തിയെ വീണ് നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലെ അവനാശു നിന്നേടിനാൻ ദുഷ്ട്യാ കലഭിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലി മുഖവേഷമായെന്നെ മോഹിപ്പിപ്പതിന് വരികയോ. ശിവശിവകിമതി കരുതി മിഥിലാപുത്രിയും ചേതസി ഭീതി കലർന്നു വരുവിനാൾ. കുസൃതി ദശമുഖനു പെരുതെന്ന് നിരൂപിച്ചു കുമ്പിട്ടിരുന്നത് കണ്ട കവീന്ദ്രനും ശരണമിക ചരണ സരസിജമഖില നായികെ. ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്ന നീ തവ സജീവനകം തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖീ കവികുലതിലകനായ സൂര്യാൽപജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപടമൊരുവരുടെ ഒരു പൊഴുതും അറിയുന്നീലകർമ്മണാവാച മനസാഭിമാതാവേ. പവനസുത മധുരതര വചനമത് കേട്ടുടൻ തൽമാലയാദേവി ചോദിച്ചിതാതരാൽ. മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ. സദയമികവത മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിത രുചി ഗഹന ഭൂമി കാരണമെന്തടോ കാരുണ്യവാരാനിധേ കവികുഞ്ചര. തിരുമനസി ഭവതി പെരിയ പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതൻ മൂലവും ചൊല്ലു നീ. ശൃണുസുമുഖി നിഖിലമഖിലേ അഖിലേശ വൃത്താന്തവം ശ്രീരാമദേവരാണേ സത്യമൂമലേ. ഭവതി പതിവചനമവലംബ്യ ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരുവനകമുഖമാലോക്യമാനിന് പിന്നെ നടന്നു ഋതുപതി. നിശിതധര വിശിക ഗണവാചാപവുമായി ചെന്ന നീചനം മാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലോ മുലയമുകുരുടജ ഭൂമി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അടവിയിലടയ നോക്കിയും ഒട്ടു കരഞ്ഞും തിരഞ്ഞും ഉഴലും വിധോ ഗഹനഭുവി ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണു കിടക്കും. ജടായുവിനെ കണ്ടു അവനു മതതവചരിതമഖിലം അറിയിച്ചളവാസു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാഗം ധൃതംബുക്കു തിരഞ്ഞുക ബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാനഥ.
ശബരി വിമല വചനേന ദൃശ്യമൂകാദ്രിപ്രവര പാർശ്വേ നടക്കും വിധൗതവനസുതൻ ഇരുവരെയും അഴകിനൊടു കണ്ടതി താല്പര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെത്തതാ ബദരവികുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതി കുലവര ഹൃദയമഖിലവും അറിഞ്ഞ് അതിനിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികടഭൂമി കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ജയിച്ചിതാശു ഞാൻ ദേഹനനെയും അഴകനോട് സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡമിരുവർക്കും ആശു തീർത്തിയിടുവാൻ തരണിസുത ഗൃഹിണീയവിലാലടക്കിക്കൊണ്ടതാരാപതിയെ വധിച്ചു രഘുവരൻ ദിവസകര തനയന് കൊടുത്തിതു രാജ്യവും ദേവിയ രാജ്ഞ കാണുവാൻ കവീന്ദ്രനും പ്ലവകുല പരിപഠന 4 ദിക്കെങ്കിലും പ്രത്യേകമേകയിൽ ലക്ഷം നിയോഗിച്ചാൻ അതുപഴുതു രഘുപതിയും അലിയുടെ അരിയെ വിളിച്ചങ്കുലിയെ മമ കയ്യിൽ നൽകിയിടിനാൻ ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുട നാമാക്ഷരാന്വിതം പിന്നെയും സപതി തവ മനതി ഗുരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുപതി കരുതിലിനി വിരവിൽ നൽകുവന്നാല ആലോകയാനന്ദപൂർവകം ഇതി മധുരതരം അനിലതനയുര ചെയ്തുടനെന്തിരാദേവി തൻ കയ്യിൽ നൽകിയിടിനാൻ പുനരധിക വിനയമൊടു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ മിഥില നൃപസുതയും അത് കണ്ടതി പ്രീതയായി ഒഴുകും ആനന്ദബാഷ്പാകുലാൽ രമണമിവ നിജ ശിരസികനുവിനോട് ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുത പ്ലവകകുല പരിവൃഢമഹാമതിമാൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരി ദൃഢം ഭവതി പരമാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനദീവ വിശ്വാസൻ ദയാപരൻ പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവ് അയക്കയുമില്ല മത്സന്നിധവും സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലദല നയനകതളിരിലിമാം പ്രതികാരുണ്യമുണ്ടാം പരിചറിയിച്ച നീ രജനി ജരവരെ ആശനമാക്കും എന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാൽ എന്നു നിർണയം അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനധരിച്ചിടുവൻ ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുട ദുഃഖം കളഞ്ഞ് രക്ഷിക്കുന്നു ചൊല്ലു നീ അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. വളരെ സന്തോഷം അച്യുതൻപിള്ള സാർ, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. അടുത്ത ഭാഗം പാരായണം ചെയ്യുവാനായി ജയ്പൂർ ചാപ്റ്ററിൽ നിന്നുള്ള ശ്രീമതി രാധാമണി കെ നായർ അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര മ്യൂട്ട് മാറ്റിയിട്ട് പാരായണം ചെയ്തുകൊള്ളു. ജയശങ്കര 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 എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര എല്ലാവരും നമസ്കാരം. നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. അവനിപതിസുതനുടടിയനും ഭവദ്വാർത്തക അങ്ങുണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരു ജനം അഖില കതികുലബലവുമായി മുതിർന്നാശുപരുമതിനില്ലൊരു സംശയം. സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ
ഭവതിയെയും അധികരണമഴകിനോട് വീണ്ടും നിൻ ഭർത്താവയോധ്യയാക്കെഴുന്നള്ളുമാതരാൽ ഇതി ഭവന സുതവചനമുടമയോട് കേട്ടുപോ ഇന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൾ. ഇഹവിധതു ജലനിധിയ നിഖില കവിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോട് ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനയും അവരജനയും അവൻപോട് മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലിക്കും വിഷാദം പ്രധാമാനസേ. ലഘുതരമമിതരജനിചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമാനാകുലം ദ്രുതമതിനു സുതനു മമ ദേഹനു ജ്ഞാമിനി ദ്രോഹം വിനാ ഗമിച്ചിടുമാനോമലെ വിരഹ കലുഷിത മനസ്സി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. തരിക സരപസമുരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി ഭവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ. ചിഗുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൽ ചുണുതനയ പുനരുള്ള അടയാളവാക്യം ഭവാൻ ശുദ്ധാധരിച്ചു കർണേ പറഞ്ഞിടു നീ. സവതി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമമിത സുഖമൊടൊരു തപസ്സിവഹും നിഷ്ഠയ ചിത്രകൂടാജലത്തിങ്കൽ വാഴും വിധോ. പലലമത് പരിചിനോടു നോക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നിടും ദശാന്തരേ. തിരുമുടിയും അഴകിനോട് മടിയിൽ മമ വച്ചുടൻ തീർത്ഥവാദൻ വിരവോടുറങ്ങിയിടിനാൻ. അത് പൊഴുതിലതിചപലനായ ചക്രാത്മജൻ ആശുകാകൃതി പൂണ്ടു വന്നിടിനാൻ. പല പൊഴുതു പല രസകലങ്ങൾ ഒത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനാൻ. പാഷാണജാനകൾ കൊണ്ടതു കൊണ്ടവൻ വവുഷിമവശിത ചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപീതനായി. പരമപുരുഷനുടനുണർന്നു നോക്കും വിധോ പാരാമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകല മതികുപതനായെടുത്ത ശ്രമം ദിവ്യാസ്തമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കു ആവതെല്ലന്നയച്ചോരവസ്ഥാന്തരേ. രഘുതുലകമടി മലരവിലവശമൊടു വീണതു രക്ഷിച്ചു കൊള്ളേണമെന്ന് കൃപാനിധേ. അപരമൊരു ശരണമിക നഹി നഹി നമസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമസ്തുതേ. ഇതി സഭയമടിമലര് വീണും കേണിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനു അന്നേരം. സവൃതകുലതിലകനത സ്വസ്മിതം ചൊല്ലിനാൻ സായം നിഷ്ഫലമാകയില്ലെന്നേതുമേ. അതിനു തവ നയനം അതിലൊന്നു പോം നിശ്ചയം അന്തരമില്ല നീ പോയിക്കൊള്ളുക നിർഭയം. ഇതി സദയം അനു ദിവസം എന്നെ രക്ഷിച്ചവൻ നിന്നപേക്ഷിച്ചതെന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനകന്ദ്രപതുഹിതുവചനം കേട്ടു വീരനാം മാരുത പുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടമരി വീടുന്നതേതുമേ ഭർത്താവറിയായി കൊണ്ടുവരാഞ്ഞതും. ചടിതി വരുമിനി നിശിതൗരക്ഷവും ലങ്കയും ശാഖാമൃഗാവരി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനം ഇതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ. അതികൃശതനുരിഹ ഭവാൻ കവി വീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിതരചലനിഭ വിപുല മൂർത്തികൾ നിങ്ങളവരോട് എതിർക്കുന്നതെങ്ങനെ. പവനുജനും അവനി മകൾ വചനം അതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അധമിതില നൃപതി സുതയോട് ചൊല്ലിടിനാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചനാനന്ദനൻ. ഇതു കരുതുക കമലരിൽ ഇങ്ങനെയുള്ളവർ 21 വെള്ളം പടവരും. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാത്തു ചൊല്ലിടിനാൾ. അതിവിമലനമിതബല നാശരാവംശത്ത് അന്തകം നീ അതിനന്തരമില്ലടോ.
രജനി വിരവൊടു കഴിയും ഇനിയുഴക്കെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിജബലം ഇന്നേ കടന്നങ്ങു ചെന്നൊരു ഭൂവരനെ കാൺക നന്ദന മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശുതൃക്കൈയിൽ കൊടുക്ക വിരയനീ വീരവനോട് വരിക രവിസുതനും ഒരു സൈന്യവും വീരവുമാന്മാരിരുവരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഒരു ഉപരോധവും എന്നിയേ വായുസുത പോക നല്ല വെണ്ണന്ത്രൃതം വിനയ ഭയകുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികെ പ്രിയവചന സഹിതനത ലോകമാതാവിനെ പിന്നെയും മൂന്നു വരത്തു വച്ചിടിനാൻ വിടതരിക ജനനി വിട കൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം ഭവതു ശുഭമയി തനയപതി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനി സ്വസ്ഥസ്തു പുത്രത്തെ സുസ്ഥിര ശക്തിയും അനിലതനയനും അഖില ജനനിയൊടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൾ. ലങ്കാമർദ്ദനം. ചെറുതകലയൊരു വിടവിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സീജിതശ്രമം പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതീ പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമി കാര്യത്തിനന്തരാമെന്നിയെ നിജഹൃദയ ചതുരയുടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു കോപമനുത്തമൻ അതിനു മുഖില നിശിചരപുലേശനെ അൻപോട് കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇത് സുദൃഢമിതി ചിന്തയ ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിത വല്ലീതരു കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധൗ ജനനിവഹ ഭയജനനനാദഭേദങ്ങളും ജംഗമാജാതികളായ പദത്രികൾ അതിഭയമുടകില ദിശി ദിവിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനിചരപുരി ജഡതി കീഴ്മേൽ മറിച്ചു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമുടതു പൊഴുതു നിശിചരുകളും ഉണർന്നതു പാർത്തനേരംഗവി വീരനെ കാണായി ഇവനമിതിവല സഹിതൻ നേടിനിധന ഒച്ചയും എന്തൊരു ജന്തുവീതെന്തിനു വന്നതും സുമിഹിതവ നികുടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരാഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു നീ അറിഞ്ഞിലയോ ചൊല്ലിവാനാഹരടോ രജനിചര കുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർ കുഴിഞ്ഞറിയാവതോ ഭയമിവന നികുടഭുവി കണ്ടുവൻ മാനസേ ഭാരം വളരുന്നതെന്താവതീശ്വര അവനിമകൾ അവരുടേതു ചൊന്ന നേരത്തവരാശുലങ്കേശ്വരനോട് ചൊല്ലിടിനാർ ഒരു വിപനചരം അമിത ബലന ചല സന്നിഭ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞതു പൊരിവരനു കരുതിയ വനപകയ പദാകുലം പൊട്ടിച്ചതു ചൈത്യപ്രാസാദമൊക്കവേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ സന്തോഷം രാധ ചേച്ചി, വളരെ മനോഹരമായി പാരായണം ചെയ്തു. ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരാണെന്ന് കരുതുന്നു അല്ലേ? ആ, പറഞ്ഞിരുന്നു, ഓമന സിസ്റ്റർ പറഞ്ഞിരുന്നു ബാംഗ്ലൂർ പോയിരിക്കാന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. അടുത്ത ഭാഗം പാരായണം ചെയ്യുന്നതിനായി രേണുക ചേച്ചി ജയ്പൂർ ചാപ്റ്ററിൽ നിന്നും എത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ജയശങ്കര. ഇവിടെ പേര് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററിനെ വിളിക്കുകയുണ്ടായി. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മുസലധരന നിശമിതു
കാക്കുന്നവരെയും മുൽപ്പൊട്ടു തച്ചു കൊന്നിടിനാനാശ്രമം ഭുവനമതിലൊരുവരെയോ അവനു ഭയമില്ലഹോ പോയിലവരെ വിടുന്നിനിയും പ്രഭോ ദശവദന നിധി ജനനി ജരികൾ വചനം കേട്ടു ദന്തശൂകോപമ ക്രോധവിവശനായി ഇവനിവിട നിശിതമസി ഭയമൊഴിയേ വന്നവനേതുമെളിയവനല്ലെന്നു നിർണയം നിശിത ശരകുലാശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ നിശിതരാകുലാതിപാജ്ഞാകാരന്മാരതി നിർഭയം ചൊല്ലുന്നതു കണ്ടു മാരുതി ശിഖരികുലാമടവനി മുഴുവനിളകും വണ്ണം സിംഹനാദം കേട്ടു രാക്ഷസൻ സഭയതര ഹൃദയമതമോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാൻ പിന്നെയും ശിതാഭിഷികമുഖ നിശിതല ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുവരി വിരവിനോടുയർന്നു ജിതശ്രമം മുൽഗരം കൊണ്ടു ദാടിച്ചൊടുക്കിടിനാൻ നിയുത നിശിചര നിധന നിശ മനദശാന്തരേ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും അഖില ബല പരിവരരീലൈവരെ ചൊല്ലുക അത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമാരണ നിപുണനോട് എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കു ഭവിച്ചിതു തദനു ശതദശവദനു ദിതഹൃദാ ചൊല്ലിനാൻ തൽബലമദ്ഭുതം അദ്ഭയോദ്ഭൂതിതം പരിഭവമുടമിത ബലസഹിതമവീച്ചൊന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാൻ ഇവനെ മമ നികടഭുവി ജഡിതി സഹജീവനോടിങ്ങു ബന്ധിച്ചുകൊണ്ടൊന്നു വച്ചിടുവാൻ മഹിതമതിബല സഹിതമൊഴുവരു മിച്ചൊഴുവരുമിച്ചു മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ദൃശം ദശവദന വചന നിശമനവല സമന്വിതം ദണ്ഡമുസല ഖണ്ഡേഷു ജാബാദികൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താൻ കവീന്ദ്രനും ഭുവനതലമലയമുരല അറിമരുവും വിധോ ഭൂരി ശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനും അവരുടെ വിരാവൊടുകൊന്നിടിനാൻ നാശുലോകസ്തംഭ താടനത്താലോ നിജദിവാം തനയാരെഴു ഒരുവരുമിമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനും മരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനിയൊരുവനെ ഇവനോടു ജയിപ്പതിന്നില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റും ഞാൻ ആരെയും ഇവരൊരുവരെ തിരുകിടുകീൽ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ അവർ പലരും ഒരു കവിയോ ഏറ്റുമരിച്ചതിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു ഭാരം തളർന്നു ദാതനോടാദരാൽ വിനയമൊടു തൊഴുതിളകമകനു ഉര ചെയ്തിതു വീരവും സാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറിയിലു അനുചിതമഖിലാഭൂഭൃതാമാത്മഖേദം ധൈര്യ ശൗര്യതേജോഹരം അരീവര നിമിഷമിഹ
കൊണ്ടുവരുന്നവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അതു പൊഴുതു തോരണമേറിനാൻ. കാണായി ദക്ഷകുമാരനെ സന്നിധോ ശരനികര ശകലിത ശരീരനായി വന്നിതോ ശാഖാമൃഗാധിപൻ താനും അതു നേരം മുനിവിനോടു ഗഗനഭുവി നിന്നുതാണാശുതൻ മൂർധനീ വൽഗരം കൊണ്ടറി ഞീടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു പൊക്കിടിനാൻ. ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിഭുത കുലരിപു നിശിതരാധിപൻ രാവണൻ വൃത്താന്തമാകന്ത കേട്ടു ദുഃഖാർത്ഥനായി. അമരപതി ചിത്തമമിത ബല സഹിതമാത്മാജമാത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണുവചനമിക തവ സഹോദരൻ പ്രേതാദിപാലകം ബുക്കതു കേട്ടില്ലേ. മമസുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡ ജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹമതു ലബലയോടു പോയിടുവൻ തൊൽക്കനിഷ്ടോദകം പിന്നെ നൽകിടുവാൻ. ഇത് ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്വജ മനസി ജനകതവ ശോകം മഹാമതേ തീർത്തുകൈ കൊൾവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതാനവനതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ. ഭയമവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്തമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ ബലമദനമതിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അതു കരുതുമളവിനഹ നാണമാമെത്രയും അന്തോ മശക്യോ വിജ്ഞാനാ വിളംബിതം കൃതി വിരവി നികൃതി വിരവി ജന്മനാവികാകൃച്ഛേണ ഞാൻ തൊൽസമീപേ വരുത്തുവൻ. സപദീ വിപദൂഗതമിക പ്രമദാഖ്യതം സമ്പദ്ദിനാശകരം വരം നിർണയം സസുഖമിക നിവഹമയി ജീവയത്വം വ്രത സന്താപമുണ്ടാകരുതു കരുതുമാം. ഇത് ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടാൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവചാവിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ദേതുമാശു ചൊല്ലിടിനാൻ. ഗരുഡ നിപനത ഗമനമുൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം. ബാഹുബല വീര്യവേഗങ്ങൾ കാൺകയാൽ പവനസുത ശിരസി ശരമഞ്ജു കൈക്കൊണ്ടു പാകാരിജിത്തായ അദസപതി ഹൃതി വിശിഖമൊടു കൊണ്ടെയ്തു മട്ടാറാറു കാണും പദങ്ങളിലും തഥാ ശിതവിശിഖമതി കരകതരമൊന്നുപാൽ മേലേക്കു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലക നമ്പുകൊണ്ടാർത്തനായി ശബ്ദേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധാരഥവും അതാ ചടുതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിദാതനും. അപരമൊരു രഥമതീക
വിരോ തൊടുടയ ഏറി വന്നസ്ത്രശൗത്രൗഖവരിഷം തുടങ്ങിനാൻ ഋഷിതമതിദശവദനതനയാ ശതപദപാദേന രോമങ്ങൾ നന്നാലു കേറി കവീന്ദ്രനും അതിനൊരു കെടുതി അവനില്ലെന്നു കാണുകയാ ലംബോജ സംഭവമാണമെയ്തിടിനാൻ അനിലജനോമതിനെ ബഹുമതിയോടനാദരിച്ചാകന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ഹനുമാൻ രാവണ സന്നിധിയിൽ ദശവദന സുതാനനില തനയനെ നിബന്ധിച്ചു തൽപിതാവിൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ. പവനജനോ മനസ്സിയൊരു വീടയുണ്ടീല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനദള നേത്രനാം രാമൻ തിരുവടി രാമാനാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃദി മധുമദന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മ ഹൃദബന്ധനം ക്ഷണാൽ സുചിര വിചരചിതമവിമുച്ച ഹരിപദം സുസ്ഥിതം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗാമകതളിരിൽ വച്ചോരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർത്തും മറ്റുള്ള ബന്ധനം കൊണ്ടതു സങ്കടം കപടമതി കലിതയാ കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതി കുതുകമൊടു നിശിചരണുടൻ പാശകണ്ഠേ ബന്ധിച്ചതു കാരണം ബലമിയലും അമരരുവു പൊട്ടി കെട്ടി കിടന്നിടും ബ്രഹ്മാസ്ത്രബന്ധനം വ്യഥയും അവനകതളിരിലല്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരെടുത്തുകൊണ്ടാർത്തു പോകും വിധോ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജന നിശിചരകുലാധിപൻ മുൻപില്ലച്ചാതിതേ ആദിപാരാതിതൊൽ ചൊല്ലിടിനാൻ. അമിത നിശിചരവരണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്തബന്ധനായിടിനാൻ. ജനകതവ മനസി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധിയതാം. പ്ലവകുലവരനരിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. വളരെ സന്തോഷം. ജയശങ്കര. വളരെ മനോഹരമായി പാരായണം ചെയ്തു. താങ്ക് യു. തീർച്ചയായും തുടർന്നും നമ്മുടെ ഈ ഇതുപോലെയുള്ള പരിപാടികളിൽ ജയ്പൂർ ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ ആരും കയറുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നമ്മളോട് സഹകരിച്ചാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സന്തോഷം. വളരെ സന്തോഷം. ഇടയ്ക്കുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും കേറാൻ പറ്റുന്നില്ലായിരുന്നു ലിങ്ക് വഴി. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന കാരണമാണ് വരാതിരുന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ ഒരേ ലിങ്ക് തന്നെയാണ്. 31 ദിവസവും ഒരേ ലിങ്ക് തന്നെയാണ് രാമായണക്കാറ്റിന്റെ. അത് ഡെയിലി നമ്മളത് എല്ലാ ഗ്രൂപ്പുകളിലും പോസ്റ്റും ചെയ്യുന്നുണ്ട്. കയറാനായിട്ടുള്ള ആൾക്കാർക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. പ്രശ്നമൊന്നും ആർക്കും തോന്നിയിട്ടില്ല. എന്താണെന്നറിയില്ല. ഇനി അവിടെ എന്റെ ഇവിടെ ഫോണിന്റെ പ്രശ്നമായിരിക്കാം. ആയിരിക്കാം. എന്തായാലും വളരെ സന്തോഷം. ജയശങ്കര. എന്നാൽ ജയ്പൂർ ചാപ്റ്ററിൽ നിന്ന് 3 പേരും വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. നമുക്ക് ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. അതിനായി വിഷയടത്തിയ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ജയശങ്കര. എല്ലാവർക്കും നമസ്തേ.
അച്യുതൻപിള്ള സാറും കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിനെ തുടർന്നുള്ള അതെ, കാര്യങ്ങൾ ഉഷേട്ടത്തി അവതരിപ്പിക്കാം. അച്യുതൻപിള്ള സാറ് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ കഥ മനസ്സിലായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. അങ്ങനെ ദുഃഖാകുലയായിട്ട് അശോകവനിയിലെ ശിംശപാവൃക്ഷ ചുവട്ടിന്മേൽ ഇരിക്കുന്ന സീതാദേവിയോടുകൂടിയാണ് ഇന്നത്തെ ഭാഗം തുടങ്ങുന്നത്. അപ്പൊ സീതാദേവി ഇങ്ങനെ കേൾക്കുകയാണ് രാമകഥ ആരോ പറയുന്നത്, വായുവിൽ കൂടി ഒഴുകി ഇങ്ങനെ കേൾക്കുന്നു. ഇത് കേട്ട് വലിയ ദുഃഖത്തിലിരിക്കുവാണെങ്കിൽ ഈ രാമകഥ കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം. ശ്രീരാമൻ എന്നുള്ള ആ നാമം തന്നെ സീതാദേവിക്ക് സന്തോഷത്തെ കൊടുക്കുന്നതാ. അപ്പൊ ഓർക്കുകയാണ്, വായു ഭഗവാൻ ഒരു പക്ഷേ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ഞാൻ കാതരയായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വായു ഭഗവാൻ പറയുന്നതാണോ, അതോ ഇതൊക്കെ ഒരു രാവണന്റെ മായയാണോ, അതോ എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയാണോ? കുറെ നേരം രാമനെ ചിന്തിച്ചിരിക്കുമ്പോ രാമനെന്ന് കേട്ടും കണ്ടും അങ്ങനെ നമുക്ക് വരുമല്ലോ, അതാണോ അതോ സ്വപ്നമാണോ? ആരായാലും ഈ കർണാമൃതമായ ഈ വാക്കുകൾ പറയുന്നവരെ എന്റെ മുമ്പിലേക്ക് എത്തിയായിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ചെറിയ രൂപത്തില് ആ ഹനുമാൻ സ്വാമി ആ ദേവിയുടെ മുമ്പില് വളരെ ഭക്തിയോടെ നമസ്കാരം ചെയ്ത് ആദരവോടെ നിൽക്കുകയാണ്. അപ്പൊ സീതാദേവിക്ക് തോന്നുന്നു ഇതും ആ രാവണന്റെ മായയായിരിക്കും, അല്ലെ ഏതെങ്കിലും രാക്ഷസൻ മായാരൂപത്തിൽ വന്നതാണെന്നാണ് സീത വിചാരിക്കുന്നത്. കാരണം ഇതുവരെ കണ്ടതൊക്കെ അങ്ങനാണല്ലോ ഇവിടെ വരെ എത്താൻ കാരണം. അപ്പം ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ, ഞാൻ ആ കോസലേന്ദ്രനായ രാമന്റെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ഞാൻ പറയുന്നതൊക്കെ ആ ശ്രീരാമദേവനാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ വിശ്വസിക്കുകയില്ല, അനുഭവം ഗുരുനാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥകള് പഞ്ചവടിയിൽ വെച്ച് സീതാദേവി ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമി പൊന്മാനിന്റെ പുറകെ പോയത് മുതലുള്ള ഇതുവരെയുള്ള കഥകൾ നമ്മള് ദിവസവും പാരായണം ചെയ്തതായതുകൊണ്ട് നമ്മളത് പറയണമെന്നില്ലല്ലോ. അപ്പൊ ആ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സീതാദേവിക്ക് അടയാളവാക്യം ശരിക്കിത്. ഈ കഥകള് പറഞ്ഞപ്പം പരമവിശ്വാസമായി കൂടാതെ രാമനാമാങ്കിതമായ അങ്കുലീയവും കൊടുക്കുന്നു. ആ അങ്കുലീയം തന്റെ ഭർത്താവിനെ കിട്ടിയ ഒരനുഭവം പോലെയായിരുന്നു സീതാദേവിക്ക്. നമ്മുടെ വാൽമീകി രാമായണത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ രാമനാമാങ്കിതമായ അങ്കുലീയം എടുത്ത് ശിരസിലും മാറത്തും വെച്ച് കരയുകയാണ് സീതാദേവി. സന്തോഷാശ്രുക്കളാണ്. അങ്ങ് എനിക്ക് പ്രാണദാതാവിനെ പോലെയാണ് എന്നാണ് ഹനുമാനോട് പറയുന്നത്. ഇനി എനിക്ക് അങ്ങയെക്കുറിച്ച് ഇതുവരെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷെ എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. അതിനെന്താണ് മാർഗം? 2 മാസമേ എനിക്ക് രാവണൻ തന്നിട്ടുള്ളൂ. ഈ 2 മാസത്തിനകം എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരുടെ ഭക്ഷണമായിട്ട് ഞാൻ മാറും, ഇവരെന്നെ പിടിച്ചു തിന്നും. ഈ 2 മാസത്തിനകം ഈ 100 യോജന വിസ്താരമുള്ള കടൽ കടന്ന് എങ്ങനെ രാമൻ ഇവിടെ വരും, എങ്ങനെ രാവണനെ നിഗ്രഹിച്ച് എന്നെ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ ഉള്ള സംശയം. ഇങ്ങനെ പറയുമ്പോ ഹനുമാൻ സ്വാമി പറയുന്നു, ഒരു പ്രയാസവുമില്ല, ഞാനിപ്പൊ എത്ര പേരെ വേണേലും ഈ ചുമലിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ വരത്തില്ലേ, രാവണനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും ബാക്കിയുള്ള കവിവീരന്മാരെയും ഒക്കെ ഈ ചുമലിൽ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വരുമല്ലോ എന്ന് പറയുന്നു. അപ്പോഴാണ് അതിൽ ദേവി വിഷമിക്കണ്ട, ഞാൻ തിരിച്ച് ശ്രീരാമപ്രഭുവിന്റെ അടുത്ത് ചെല്ലുമ്പോ ഞാൻ ദേവിയെ കണ്ടു എന്ന് തെളിയിക്കാനായിട്ട് ഒരു അടയാളം വേണമല്ലോ എന്ന് പറയുമ്പോ തന്റെ തലമുടിയിൽ വെച്ചിരിക്കുന്നതായ ആ ചൂടാരത്നത്തെ എടുത്ത്, പണ്ട് നമ്മൾ കണ്ടതാണ് താപസന്മാര് അങ്കുലീയവും ചൂടാരത്നവും കവചവും കൊടുത്തത്. അപ്പൊ ആ അങ്കുലീയം ദേവിയുടെ മുടിക്കെട്ടിലുണ്ടായിരുന്നു. അതെടുത്ത് അങ്കുലീയമല്ല, ചൂടാരത്നം എടുത്ത് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കഥയും പറയുന്നു. പണ്ട് ശ്രീരാമനും സീതാദേവിയും കൂടെ പഞ്ചവടിയിൽ ഇരിക്കവേ ഇവിടെ ക്ഷത്രിയരാണ് മാംസം ഉണക്കാനായിട്ട് മലല കഷണങ്ങൾ ഉണക്കാനായിട്ട് ഇട്ടിട്ട് ശ്രീരാമനും സീതയും കൂടെ പഞ്ചവടിയിലിരിക്കുമ്പോൾ സീതാദേവിയുടെ മടിയിൽ തലവെച്ച് ശ്രീരാമദേവൻ കിടന്നു അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഈ സമയം ദേവേന്ദ്രന്റെ പുത്രനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ അവിടെ വന്നിട്ട് ആ പലല കഷ്ണങ്ങൾ കൊത്താൻ തുടങ്ങി. 1-2 പ്രാവശ്യം സീതാദേവി പാഷാണങ്ങൾ കല്ലുകൾ എടുത്ത് എറിഞ്ഞ് ഓടിക്കുന്നുണ്ട്. അതിൽ കുപിതനായ ഈ കാക്ക വന്ന്
ദേവിയുടെ ശരീരഭാഗത്ത് നഖം കൊണ്ടും ചുണ്ടുകൊണ്ടും കൊത്തി മുറിവേൽപ്പിക്കുന്നു, ചോരയൊലിക്കുകയാണ്. ശ്രീരാമദേവൻ ഉണർന്നു നോക്കുമ്പോൾ സീതാദേവി രക്തമൊലിച്ച് നിൽക്കുന്ന, മുറിവോടെ രക്തമൊലിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ആരാണ് കാരണം? ജയന്തൻ എന്ന കാക്കയാണ്. ദേവേന്ദ്രപുത്രനായ ജയന്തനാണ് കാക്കയായിട്ട് വന്നത്. ഇത് കാണുന്ന ഭഗവാൻ അവിടുന്ന് തന്നെ ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് ഒരു മന്ത്രത്തെ ജപിച്ച് ജയന്തന്റെ കാക്കയുടെ നേർക്ക് വിടുകയാണ്. ഇവിടെ അസ്ത്രങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് ഓർക്കണം. മന്ത്രത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ മന്ത്രത്തിന് അപ്പൊ നമ്മള് ലളിതാ സഹസ്രനാമം ആണെങ്കിലും വിഷ്ണു സഹസ്രനാമം ആണെങ്കിലും നമ്മളിവിടെ ഇതൊക്കെ ഇവിടെ പാരായണം ചെയ്യുന്നതാണ്. രാമായണത്തിലെ സ്തോത്രങ്ങളായാലും ഇതിനൊക്കെ മന്ത്രത്തിന് ശക്തി ഉണ്ടെന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്നത്. വെറുതെ ഒരു പുൽക്കൊടി എടുത്ത് മന്ത്രം ചൊല്ലി ആ കാക്കയുടെ നേർക്ക് വിടുകയാണ്. മന്ത്രശക്തിയാൽ ആ പുൽക്കൊടി ജയന്തന്റെ പുറകെ ചെയ്യുന്നു. രക്ഷയില്ലാതെ 3 ലോകങ്ങൾ ഓടിയിട്ടും രക്ഷയില്ല. ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ മന്ത്രം ചൊല്ലി വിട്ടത് വെറുതെ ആയി പോവുകയില്ല, നിന്റെ ജീവൻ രക്ഷിക്കാം, പകരം നിന്റെ ഒരു കാഴ്ച, ഒരു കണ്ണിന്റെ കാഴ്ച പോകുമെന്ന് പറഞ്ഞു. ആ കഥ ഇന്ന് ഹനുമാൻ സ്വാമിയോട് സീതാദേവി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ചൂടാരത്നവും ഇതുമായിട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ സീതാദേവിക്ക് പിന്നെ ഒരു സംശയം. ഇത്രയും കുഞ്ഞ് കവിവീരന്മാർ 1000 കണക്കിന് വന്നാലും എന്തോ ചെയ്യും? ഇവിടെ പർവ്വത തുല്യ ശരീരികളും ബലവീര്യ വേഗങ്ങളുമുള്ളവരാണ് രാക്ഷസന്മാര്. ഇത്രയും രാക്ഷസന്മാരോട് എങ്ങനെ ഇവർക്ക് എതിർക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോ ഹനുമാൻ സ്വാമി പർവ്വതതുല്യനായിട്ട് വളരുകയാണ്. പണ്ട് വാമനമൂർത്തി വളർന്നെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഹനുമാൻ സ്വാമി സീതാദേവിയുടെ മുമ്പിൽ വളർന്ന അത് കണ്ടപ്പോ സീതാദേവിക്ക് സമാധാനമായി. ഇങ്ങനെയുള്ള 21 വെള്ളം പടയുണ്ട് എന്ന് പറഞ്ഞു കവിവീരന്മാര് തന്നെ. അങ്ങനെ അത്രയും പേര് ഇവിടെ വന്ന് സീതാദേവിയെ തീർച്ചയായിട്ടും രാവണനെ വധിച്ച് ലങ്കയെ നശിപ്പിച്ച് കൊണ്ടുപോകും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ഇത് കേട്ട് സീതാദേവിക്ക് ഒരു സംശയവുമില്ല, തീർച്ചയായിട്ടും രാവണ നിഗ്രഹം നടക്കും, സീതാദേവിക്ക് രാമസവിധത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ആശ്വാസമായി. പക്ഷെ ഇതൊക്കെ 2 മാസത്തിനകം സാധിച്ചെടുക്കണം, അല്ലെങ്കിൽ പിന്നെ സീതാദേവി അവരുടെ ഭക്ഷണമായി മാറും. അപ്പം അങ്ങനെ സീതാദേവി അപ്പോ തന്റെ മകനെ പോലെ കണ്ടിട്ട് ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിക്കുകയാണ്. പോകുന്ന വഴിയിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ വീര്യബല വേഗങ്ങളൊന്നും നശിക്കാതെ സ്വസ്ഥമായും മകനെ നീ പോയി വരൂ എന്ന് അനുഗ്രഹിച്ചു. 3 വട്ടം സീതാദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് തന്റെ മാതാവിനെ എന്ന പോലെ കണ്ടുകൊണ്ട് ഹനുമാൻ സ്വാമി തിരികെ ചൂടാരത്നവുമായിട്ട് തിരികെ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ തിരികെ ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ചു ദൂരം ചെന്നപ്പോ ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ സ്വാമി പറഞ്ഞ കാര്യം നടന്നു, രാമദൂതനായി വന്നു, ആ കാര്യം നടന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതല്ല യഥാർത്ഥ ദൂതന്റെ ലക്ഷണം. പിന്നെന്താണ്? മനോധർമ്മം അനുസരിച്ച് ദൂതനായി വന്നവൻ എന്തെങ്കിലും കൂടെ ചെയ്തിട്ട് പോകണം. ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ ആരാമമൊക്കെ അങ്ങ് പൊടിച്ചു കളഞ്ഞേക്കാം, ഞാൻ ഇവിടെ വന്നു എന്ന് രാവണനെ അറിയിക്കാം. അങ്ങനെ എനിക്ക് രാവണനെ കൂടെ കാണാനും കഴിയുമല്ലോ, ഇത്രയും വലിയൊരു കഥാപാത്രമാണല്ലോ, ഒന്ന് കണ്ടിട്ടും കൂടെ പോകാം എന്ന് മാരുതി ചിന്തിച്ചു. അങ്ങനെ ശിംശവാ വൃക്ഷം ഒഴികെയുള്ള അശോകവനിയിലെ സർവ വൃക്ഷലതാദികളും തവിട് പൊടിയാക്കി പ്രാസാദങ്ങൾ ഗോപുരങ്ങളൊക്കെ തല്ലി തകർത്തു. പിന്നെ ഈ ഉദ്യാനങ്ങളൊക്കെ തകർത്തു, ഉദ്യാന പാലകരെ വരെ കൊന്നു. ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ഇതെല്ലാം കണ്ട് രാക്ഷസ സ്ത്രീകൾ ഉണർന്ന് കരയുകയാണ്. ഇവിടെ എന്തു സംഭവിക്കുന്നത്? അവരുറങ്ങാൻ പോകുന്നത് വരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു, ശാന്തമായിരുന്നു. ഇപ്പൊ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? എത്രയോ പേരുടെ ജീവൻ ഇപ്പൊ ഇതിനകം പോയിരിക്കുന്നു. എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഈ ലങ്കയിൽ വന്നിരിക്കുന്നത്? അവരെ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് രാക്ഷസ സ്ത്രീകള് രാവണനോട് ഈ വിവരം അറിയിക്കുകയാണ്. അപ്പൊ ആ രാവണൻ പറയുന്നു, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഒരു കവിയോ? അങ്ങനെയാണെങ്കിൽ അതൊരു സാധാരണ കവി ആയിരിക്കണമില്ലല്ലോ എന്ന് പറഞ്ഞ് 1000കണക്കിന് പടകളെ പോയി പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ പോയി ആ കവി വീരനെ കൊന്നിട്ട് വരൂ എന്ന് പറയുന്നു. അവര് ചെല്ലുന്ന മാത്രമേ തന്നെ പോകുന്ന വഴി തന്നെ എപ്പോ ഹനുമാൻ സ്വാമി അവരെ കാണുന്നു. അപ്പോ ഒരു സിംഹനാദം പുറപ്പെടുവിക്കുന്നതാണ്. അത് കേട്ട് അവരൊക്കെ താഴെ വീഴുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ ചാടി എഴുന്നേറ്റ് യുദ്ധത്തിന് പോകുന്നു. പക്ഷെ ഒരു ഫലവുമില്ല. നിമിഷ നേരം കൊണ്ട് അത്രയും പേരെ ഹനുമാൻ സ്വാമി വധിച്ചു. അത് കഴിഞ്ഞ് ആ വിവരം അറിഞ്ഞ രാവണൻ പറയുന്നു, ഇനി ആരാണ് പോവേണ്ടത്? ഇനിയും പോവേണ്ടത് പഞ്ചസേനാധിപന്മാരാണ്. രണ്ടാമതായിട്ട് പോകുന്നത് പഞ്ചസേനാധിപന്മാരാണ്. പഞ്ചസേനാധിപന്മാരെ അയക്കുന്നു. 5 സേനാധിപന്മാരാണ്. നമ്മൾക്കിവിടെ എയർഫോഴ്സ്, മിലിറ്ററി,
കരനാവിക വ്യോമസേനകൾ എന്ന് പറഞ്ഞ പോലെ പഞ്ചസേനാധിപന്മാർ അവിടെയുണ്ട്. അപ്പൊ അവരെ അതിന്റെയൊക്കെ സേനാധിപന്മാരെയാണ് വിടുന്നത്. നിമിഷ നേരം കൊണ്ട് ഈ പഞ്ചസേനാധിപന്മാരെയും ഹനുമാൻ സ്വാമി നിലംപരിശാക്കി. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഇതറിയുന്ന ഉടനെ രാവണൻ പറയുന്നു 7 മന്ത്രികുമാരന്മാര് പുറപ്പെടട്ടെ എന്ന് പറയും. അപ്പൊ 7 മന്ത്രികുമാരന്മാര് പോകുന്നു. അവരെയും നിമിഷാർത്ഥം കൊണ്ട് മാരുതി കാലപുരിക്ക് അയക്കുന്നു. അപ്പോഴാണ് അങ്കദൻ വരുന്നത്. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ പോയിട്ട് അവരെയൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ അങ്കദൻ, രാവണന്റെ പുത്രനായ ഇളയ പുത്രനായ അങ്കദൻ പോകുന്നു. ആ അങ്കദനെയും ഹനുമാൻ സ്വാമി അടിച്ചു കൊല്ലുന്നു. അപ്പോഴാണ് രാവണൻ ചെന്ന് ഇന്ദ്രജിത്തിനോട് പറയുന്നു, നീ അറിഞ്ഞില്ലയോ വിവരങ്ങൾ ഒന്നും? നിന്റെ സഹോദരനായ അക്ഷകുമാരനെ ഒരു വാനരൻ അടിച്ചു കൊന്നിരിക്കുന്നു. അവന്റെ കനിഷ്ഠോദകമൊക്കെ പിന്നെ ചെയ്യാം, ആദ്യം പോയി നീ അവനെ ഒന്ന് കൊന്നിട്ട് വരൂ എന്ന് പറയുമ്പോ അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ പോകാം. കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാന് ഇന്ദ്രാശ്രമേത് ബന്ധിച്ചായാലും ഞാൻ അച്ഛന്റെ മുമ്പിൽ കൊണ്ടുതരാം എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ വരെ ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. അങ്ങനെ ഇന്ദ്രജിത്ത് പോകുന്നു. അവിടെ അതിഘോരമായ യുദ്ധമാണ് നടക്കുന്നത്. യുദ്ധമെന്ന് അതിനെ പറയാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കൈവശം യാതൊരു ആയുധങ്ങളുമില്ല. പക്ഷെങ്കില് പല അസ്ത്രങ്ങളെ ഏറ്റു, 2-3 അസ്ത്രങ്ങൾ ഇങ്ങനെ ഏറ്റതായിട്ട് പറയുന്നുണ്ട്. എങ്കിലും ഒരസ്ത്രം ഹനുമാൻ സ്വാമിയുടെ വാലിന്റെ അഗ്രത്തേക്ക് അയച്ചു ഇന്ദ്രജിത്ത്. അപ്പം വാനരന്മാർക്ക് ശൗര്യം എവിടാണ്? വാലിന്മേലാണ്. അപ്പൊ വാലിന്മേൽ ഇത് കൊണ്ടപ്പോ ഭയങ്കരമായിട്ട് കോപം വന്നു. അതുകൊണ്ട് ദേഷ്യം കാരണം ഒരു ഭയങ്കര സിംഹനാദമൊക്കെ പുറപ്പെടുവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇന്ദ്രജിത്ത് വന്നതായ ആ തേരിനെ തവിട് പൊടിയാക്കി അതിലുണ്ടായിരുന്ന സാരഥിയെ, സൂതനെയും കൊന്നു. അത് കഴിഞ്ഞപ്പോ ഇന്ദ്രജിത്ത് വേറെ യാതൊരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ ആ ഇന്ദ്രാസ്ത്രമേത് ബന്ധിച്ചു. ആ ഇന്ദ്രാസ്ത്രം വന്നപ്പോ അതിനെ തടുക്കാനുള്ള ശേഷി ഹനുമാൻ സ്വാമിക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ ദേവേന്ദ്രന്റെ നൽകിയതായ അസ്ത്രമാണല്ലോ, അതിനെ ബഹുമാനിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇതിനെ വന്ദിച്ചുകൊണ്ട് അതിന് ബന്ധനത്തിൽ അകപ്പെടാൻ നിന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോ ഹനുമാൻ സ്വാമിയെ എടുത്തുകൊണ്ട് രാവണ സവിധത്തിലേക്ക് ഇന്ദ്രജിത്തും ബാക്കിയുള്ളവരും കൂടെ ചെല്ലുന്നു. എന്നിട്ട് അച്ഛനോട് പറയുന്നു, ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാല് കൊടുക്കൂ എന്ന് പറയുന്നു. അതോടുകൂടി ഇന്നത്തെ പാരായണ ഭാഗം നമുക്കിവിടെ, കാരണം ഇവൻ കാലന്മാർക്കെല്ലാം കാലനാണ്, വെറും ഒരു വാനരനല്ല ഈ വന്നിരിക്കുന്നത്, ഇവനെ വധാർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവണ സമക്ഷത്ത് എത്തിക്കുന്നതോടുകൂടി ഇന്നത്തെ പാരായണ ഭാഗം ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. എല്ലാവരും തയ്യാറല്ലേ? ഓക്കെ, റെഡി? തയ്യാറാണ്. ഓക്കെ. മാരുതി രാമകഥ ചൊല്ലിയത് കേട്ടപ്പോ സീതയ്ക്ക് എന്താണ് തോന്നുന്നത്? അത് കേട്ടപ്പോ ആണോ സ്വപ്നമാണോ അറിയില്ല. സ്വപ്നമാണോ നിശാചരന്മാരുടെ മായയാണോ എന്ന് തോന്നി ആദ്യം. മായയാണോ? വിഭ്രാന്തിയാണോ? എന്റെ മാനസിക വിഭ്രാന്തിയാണോ? ഇതൊക്കെ തോന്നിട്ട് ആരായാലും അവരെന്റെ മുമ്പിൽ വരണം. അപ്പൊ നേരിട്ട് മാരുതി മുകളിൽ നിന്ന് ഇറങ്ങി സീതയുടെ സമക്ഷം വന്നപ്പോഴെന്താണ് സീതയ്ക്ക് തോന്നിയത്? ഇത് രാവണന്റെ മായ തന്നെയായിരിക്കും. രാവണന്റെയോ രാക്ഷസന്മാരുടെയോ മായയാണ് എന്നാണ് തോന്നിയത്. പിന്നെ എങ്ങനെയാണ് ഹനുമാൻ സ്വാമി സീതാദേവിയെ വിശ്വസിപ്പിച്ചത്? പഞ്ചവടി മുതലുള്ള കഥ പറയുകയും അങ്കുലിയം കൊടുത്തിട്ട് വളരെ അങ്കുലി അല്ല, അതിനു മുമ്പ് പക്ഷിയെ കണ്ടുള്ള കണ്ട മുതലുള്ള കഥകള് പറഞ്ഞ്
അങ്കുലികം കൊടുത്തിട്ട് പഞ്ചവടിയിൽ നിന്ന് ആരംഭിക്കുന്നതായ കഥ ഇതുവരെ ഉള്ളത് സീതാദേവിയോട് പറഞ്ഞു. വളരെ ശരിയായ ഉത്തരം. അപ്പോൾ സീത അന്നേരം എന്ത് മറുപടിയാണ് പറയുന്നത്? വളരെയധികം, അതായത് എന്തോ പ്രാണൻ എനിക്ക് തന്ന് പ്രാണനാഥനെ ഭഗവാന്മാരെ അല്ലാത്ത ഒരാളെ എനിക്ക് നേർക്ക് ഐക്യയില്ല. പിന്നെ 2 മാസം കഴിഞ്ഞാല് രാവണൻ ഭക്ഷിക്കും, എന്നെ ഭക്ഷിക്കും. അതിനു മുമ്പേ വാനരപ്പട വന്ന് രക്ഷപ്പെടാനുള്ള ഉപായം. അതെ. അപ്പം ഈ വാനരന്മാരെല്ലാം എങ്ങനെ ഈ കടല് കടന്നിവിടെ എത്തും എന്നൊരു സംശയം പറഞ്ഞപ്പോ ഹനുമാൻ സ്വാമി അവരെ എങ്ങനെ കൊണ്ടുവരും? അത് ഹനുമാൻ സ്വാമി സ്വയം ശരീരം വലുതാക്കുകയും 10 മടങ്ങ് വലുതാക്കുകയും. അതാണ് ശരിയായ ഉത്തരം. അതാണ് ശരിയായ ഉത്തരം. എന്റെ ചുമലിലേറ്റി എല്ലാരെയും കൊണ്ടുവരാമെന്ന് പറയും. ഇനിയും ശ്രീരാമന് വിശ്വാസം വരുവാനായി എന്ത് നൽകണം എന്നാണ്? ചൂടാരത്നം. ചൂടാരത്നവും അടയാളമായിട്ട് ചൂടാരത്നം സീതാദേവി തലയിൽ നിന്ന് ജയന്തന്റെ കഥ, പിന്നെ കഥയും പറഞ്ഞു കൊടുത്ത് ജയന്തൻ കാക്കയായി വന്ന കഥയും മടിയിൽ കിടന്നപ്പം സീതാദേവിയുടെ കൊത്തിയിട്ട് അതെല്ലാം വിശ്വസിച്ചു. അടയാളവും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോ ഇത്രയും കൃശഗാത്രികളായ ഇതുപോലുള്ള കവിവീരന്മാർ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം കൂടെ വന്ന് ഈ പർവ്വതതുല്യരായ രാക്ഷസരോട് എതിരിടാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എങ്ങനെ വിജയിക്കും എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോ മാരുതി സ്വയം പർവ്വത ശരീരനായി കാണിച്ചു കൊടുത്തു. ഇതുപോലുള്ള എത്ര പേരുണ്ട്? 21 വെള്ളം പട. 21 വെള്ളം പട. ഇനിയും ഞാൻ ഇവിടെ വരെ വന്നല്ലോ, എന്നാൽ ഈ ആരാമമൊക്കെ തകർത്തേക്കാമെന്ന് വിചാരിക്കാൻ എന്താ കാരണം? രാവണനെ അറിയിക്കാൻ ഇവിടെ വന്നു പോയ രാമദൂതനാണ് ഞാനെന്ന് രാവണനെ അറിയിക്കണം. അതുപോലെ തന്നെ രാവണനെ ഒന്ന് കാണുകയും ചെയ്യാം. രാമന്റെ ദൂതനായിട്ട് വരുന്ന ആള് മനോധർമ്മം അനുസരിച്ച് ഒരു കാര്യം കൂടെ ചെയ്തിട്ട് പോകുന്നതാണ് ഉത്തമം. അതുകൊണ്ടുകൂടെ ഈ മാരുതിയുടെ ഈ പരാക്രമങ്ങള് രാവണനെ അറിയിക്കുന്നത് ആരാണ്? അവരറിയിക്കുന്ന ഉടനെ തന്നെ രാവണൻ പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്യുന്നത്? 5 സേനാപതികളെ അല്ല, 5 സേനകാരെ അയക്കുന്നു. ഏറ്റവും ഇളയപുത്രനെ അക്ഷയകുമാരനെ അയക്കുന്നു. അല്ല, അത് രണ്ടാമത്. ആദ്യം 5 സേനാനായകന്മാരെ പഞ്ചസേനകളെ അയക്കുന്നു. ആദ്യം കുറെ പടയാളികളെ വിട്ടില്ലേ? അതാണ് ശരിയായ ഉത്തരം. 100,000 രാക്ഷസ വീരരെ വിടുകയാണ് ഒന്നാമത്. രണ്ടാമത് വിടുന്നത് പഞ്ചസേനാധിപന്മാരെ. വളരെ ശരിയായ ഉത്തരം. മൂന്നാമത് ആരെയാണ് അയക്കുന്നത്? 7 മന്ത്രിപുത്രന്മാരെ. 7 മന്ത്രികുമാരന്മാരെ. നാലാമത് അയക്കുന്നത് അക്ഷകുമാരനെ. അഞ്ചാമത് പോകുന്നത് ആരാണ്? ഇന്ദ്രജിത്ത് മാരുതിയെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയത്? ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. ഈ മാരുതി അല്ലല്ല, ബ്രഹ്മാസ്ത്ര. ബ്രഹ്മാവ് കൊടുക്കുന്ന ബ്രഹ്മാസ്ത്രവാ. ചേച്ചിക്ക് അത് തെറ്റിപ്പോയി തോന്നുന്നു. ഇന്ദ്രജിത്തിന്റെ പേരും സൂതനെയും കൊല്ലാൻ എന്താണ് കാരണം? കേട്ടില്ല. വാലില് മുറിവേറ്റത് കൊണ്ട് മാരുതി ഏറ്റവും ഭയങ്കരമായിട്ട് വരുന്നു. വളരെ ശരിയാണ്. എല്ലാ ഉത്തരങ്ങളും വളരെ ശരിയാണ്. വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് അച്യുതൻപിള്ള സാറും പിന്നെ രാധാമണി ചേച്ചിയും എല്ലാവരും നന്നായിട്ട് വളരെ ഭക്തിപൂർവം സുന്ദരകാന്ഡം സുന്ദരമായിട്ട് തന്നെ പാരായണം ചെയ്തു. ഹനുമാൻ സ്വാമിയുടെ വീരചരിതങ്ങൾ നമ്മൾ കേട്ടു. ഒരു കാര്യം ചോദിക്കട്ടെ?
ഉഷയുടെ ഒരു കാര്യം. എനിക്കൊരു എന്തോ ഈ 21 വെള്ളം എന്നാണോ 21 വള്ളം എന്നായിരിക്കും? വെള്ളം വെള്ളം 21 വെള്ളമെന്ന ഇതൊരു കണക്കായത്. ആ ഒരു ആ വെള്ളം കണക്കല്ലേ? വെള്ളം ഒരു കണക്കാ. വെള്ളം പടാന്ന് പറഞ്ഞാൽ ആ അതിനകത്തിന് ഇത്ര രാഷ്ട്രത്തിൽ ഇത്ര ഉണ്ടെന്ന് ഇത്ര ലക്ഷം കാണും. ആ ആൾക്കാരുണ്ടാവും. ആ വെള്ളം വെള്ളം തന്നെ അതൊരു കണക്കാ തീരാറായി. അല്ലേ? അതൊരു കണക്കാ. അക്ഷൗഹിണിയും വെള്ളവും ഒക്കെ പണ്ടത്തെ കണക്കുകളാ. ആ ഒരു കണക്കാ. ഒരു കാര്യം ഒരു പറഞ്ഞാൽ വെള്ളം ഒരു വെള്ളം പടാന്ന് പറഞ്ഞാൽ അതിൽ എത്ര അന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അത്രയും പേരുണ്ട്. കണക്കില്ലാതെ അതുപോലത്തെ കണക്കില്ലാതെ 21 മനുഷ്യൻ. വെള്ളം പടയാ വന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അച്യുതൻപിള്ള സാർ വായിച്ചപ്പം നമ്മൾ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് അദ്ദേഹം അത് വായിച്ചു പോകുന്നു. നമുക്ക് അതുപോലെ വായിക്കാം. എന്ത് സിമ്പിളായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ച വളരെ ഭംഗിയായി, ഒരു തെറ്റും കൂടാതെ അല്ലാതെ നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ലയമായിട്ട് സുന്ദരകാന്ഡം വായിച്ചു. ജപിക്കുമ്പോഴേ ആ ഒരു അതെ, ശൈലിയിലാണ് ജപിക്കുന്നത് തോന്നുന്നു അല്ലെ? അദ്ദേഹം അത് ലയമായിട്ട് വായിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ വായന. താങ്ക് യു വെരി മച്ച്. അതെ അതെ. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് ജയ്പൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള രാമായണക്കാറ്റ് വളരെ മനോഹരമായിരുന്നു. ഒരു വിഷമം തോന്നിയത് ഓമന സിസ്റ്റർ കയറിയിട്ടുണ്ട്, പക്ഷെ ഒന്ന് സംസാരിക്കാനുള്ളൊരു അതെ, എനിക്ക് നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നം അല്ല മൊബൈലിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. സിസ്റ്ററിന് ഓമന സിസ്റ്റർ ഇതിന്റെ നിർത്താനായില്ല. തുടക്കകാലത്ത് സജീവമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അതെ 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 അതെ. അത് മാത്രമല്ല 3-4 ദിവസം മുമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യലും എല്ലാം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ അതിന് കയറാൻ സാധിച്ചിട്ടില്ല, നമ്മളൊക്കെ ഒന്ന് കാണാൻ സാധിച്ചില്ല. അതിങ്ങനെ ഒരു മറ്റു വിഷമം മാത്രമേ രണ്ടുപേരും ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് മറ്റു രണ്ടുപേരും വായിക്കുകയും ചെയ്തു. അതെ, രാധ ചേച്ചിയും അതാണ് അതുപോലെ തന്നെ സന്തോഷം. രേണു ചേച്ചിയും അതുപോലെ അച്യുതൻ സാറിന്റെ ആ ഒരു അവതരണവും ശൈലിയും എല്ലാം അതെ, വളരെ മനോഹരമായിരുന്നു. വളരെ സന്തോഷം. തുടർന്നും നമ്മുടെ ഈ പരിപാടികളിലൊക്കെ ജയ്പൂർ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സാന്നിധ്യം ഉണ്ടാവണം, നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. എങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, വളരെയധികം പരിപാടികളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശനിയാഴ്ച നാളെ നമ്മുടെ 23-ാം ദിവസം അല്ലെ? നാളെ 22-ാം ദിവസം അല്ലെ? 22-ാം ദിവസമായ നാളെ ന്യൂഡൽഹി ചാപ്റ്ററാണ് രാമായണക്കാറ്റ് സമർപ്പിക്കുന്നത്. അതുപോലെ മറ്റന്നാള് വെള്ളിയാഴ്ച വയനാട് ചാപ്റ്ററാണ്. അതേപോലെ ശനിയാഴ്ച വൈകുന്നേരം നമ്മളുടെ പരിപാടിയുണ്ട് ബാലശങ്കരം. അതിന് നമ്മളൊരു ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ ബാലശങ്കരത്തിൽ എത്തുന്നുണ്ട്, കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രീ വിജേഷ് രാമൻ, അദ്ദേഹം മുൻ ശബരിമല മേൽശാന്തിയായിട്ടുള്ള രാമൻ നമ്പൂതിരിയുടെ മകനാണ്. നാവികസേനയിൽ നിന്നും റിട്ടയറായി ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗം വഹിക്കുന്നു. അദ്ദേഹമാണ് ശനിയാഴ്ച കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 11:30 ആത്മായനം 5ാമത്തെ യാത്രയുടെ യാത്രാ വിളംബരവും അനുഗ്രഹ പ്രഭാഷണമാണ്. അത് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗമായിട്ടുള്ള ഉപാധ്യക്ഷനായിട്ടുള്ള അരുൺ വർമ്മയാണ് അതിന്റെ അവതരിപ്പിക്കുന്നത്, അതായത് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണം അതിനുണ്ടാവണം. അതേപോലെ തന്നെ 3 മണിക്ക് നമ്മുടെ അദ്വൈത ലഹരി 41ാമത്തെ സെഷനാണ്. വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഡോക്ടർ പി വി വിശ്വനാഥ് സാറിന്റെ അദ്വൈത ലഹരി എന്ന ക്ലാസ് ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് 3 മണിക്ക്. വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ രാമായണക്കാറ്റ് 6 മണിക്കാണെന്ന് വെച്ചിരിക്കുന്നത്. 7:30 സുഹൃതം സംസ്കൃതം പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. സംസ്കൃതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. 4 പരിപാടിയാണ് ഞായറാഴ്ച നമ്മൾ നടത്തുന്നത്. ഇതിനൊക്കെ പ്രചോദനമാകുന്ന നിങ്ങളുടെ സഹകരണമാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഓരോരോ ചാപ്റ്ററിൽ നിന്നും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുവാനായിട്ട് താല്പര്യം കാണിക്കണം. അതുപോലെ തന്നെ അതായത് കോർഡിനേറ്റർമാർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കാരണം ഇപ്പൊ ജയ്പൂർ ചാപ്റ്റർ ഓമൻ സിസ്റ്റർക്ക് അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവരൊക്കെ ഒക്കെ തന്നെ. അപ്പൊ അവരോട് ഒന്ന് പറയുകയും, അതേപോലെ ഇപ്പം ഈവൻ ഒമാൻ ചാപ്റ്ററിൽ നിന്നാണെങ്കിലും സൂറത്ത് ചാപ്റ്റർ ഇവിടെ മുഖം കാണുന്നതാണ്, സൂറത്ത് ചാപ്റ്റർ, ആലപ്പുഴ ചാപ്റ്റർ ഒക്കെ അവരിന്നൊക്കെ ആൾക്കാരെ നമുക്ക് ഇവിടെയോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് വരട്ടെ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്, ആദിശങ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സനാതന ധർമ്മ ലോകമെമ്പാട് പ്രചരിപ്പിക്കാൻ ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പല പരിപാടികളായിട്ട് നമുക്ക് വളരെയധികം ലൈവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ രാമായണക്കാറ്റൊക്കെ 22 ദിവസം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഓരോ പരിപാടികളും 41 മാസമായിട്ടാണ് അദ്വൈത ലഹരി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 258ഓളം സത്സന്ധികൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അതേപോലെ ദിഗ്വിജയം 25ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു.
അതേപോലെ അഹം ബ്രഹ്മാസ്മി ഇപ്പോൾ ഭജഗോവിന്ദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെയധികം പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന 25-30 പേരാണ് ഈ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നത്. അതിൽ നിന്നൊന്നും മാറി നമുക്ക് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പുണ്യം ആളുകളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർത്തുവാനും, അല്ലെ, വിശന്നു വരുന്നവർക്ക് ആഹാരം കൊടുക്കുവാനും ഒക്കെ കഴിയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും വലിയൊരു പുണ്യം തന്നെയാണ്. അപ്പൊ അതിനൊക്കെ പ്രചോദനമാകുന്ന, പ്രദാനം ചെയ്യുന്ന പരിപാടികളാണ് നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ കാട് കയറി, കാരണം വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ പരിപാടികൾ വിഘ്നങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകുന്നതിൽ. ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ഏട്ടനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മായനം യാത്രയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീകാന്ത്ജിയും അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീകാന്ത്ജിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം സുരേഷ് ഏട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജയ്പൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നിന്ന് രാമായണക്കാറ്റ് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്ക് കൂടുതൽ ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇനിയിപ്പോ നമ്മുടെ കർക്കിടക മാസം കഴിയാറായി, അത് കഴിഞ്ഞാൽ ചിങ്ങം വരും എന്നുള്ള പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇന്നത്തെ വായന ഓമന സിസ്റ്റർക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അച്യുതൻപിള്ള സാറ് അദ്ദേഹത്തിന്റെ മുമ്പ് എഴുതിയിരുന്ന കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നത് ഇന്നും ഓർമ്മയിലുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്നായി തന്നെ ഇന്നത്തെ ദിവസവും കടന്നുപോയി. എല്ലാവർക്കും ഇനിയും ഇതുപോലുള്ള പരിപാടികളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ നിങ്ങളുടെ വാക്കുകൾക്ക്. പിന്നെ അടുത്തതായി മുംബൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും അതേപോലെ തന്നെ നമ്മുടെ ആത്മായനം യാത്രയുടെ കോർഡിനേറ്റർമാരിൽ ഒരാളായ മെയിൻ ആളായിട്ടുള്ള ശ്രീകാന്ത് നമ്പൂതിരി അവരുടെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് ആത്മായനം യാത്രയെക്കുറിച്ച് പറയുവാനായി. ശ്രീകാന്ത്ജി കേൾക്കുന്നുണ്ട് കരുതുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ക്ഷേത്രത്തിലാണ്. മറ്റന്നാൾ നമ്മുടെ ശനിയാഴ്ച വൈകുന്നേരം ബാലശങ്കരം പരിപാടി. ബാലശങ്കരത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ആ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കുവാനായി അതിന്റെ ടീച്ചറായിട്ടുള്ള ഗുരുവായിട്ടുള്ള ഉഷേട്ടത്തെ ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാലശങ്കരത്തിന്റെ നമ്മൾ ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത് എന്നൊന്ന് വിശദീകരിക്കുവാനായി. കുട്ടികളെ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബാലശങ്കരം. അതേപോലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് പുതിയ ജനറേഷന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ബാലശങ്കരം. അതിന്റെ 1.5 വർഷം നീണ്ടുന്ന ഒരു ഇത് ഡോക്ടർ സരിത അയ്യർ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 10ാമത്തെ സെഷനുമായിട്ടാണ് ഇപ്പം ഉഷേട്ടത്തെ ഇപ്പം എത്തിയിരിക്കുന്നത്. അതായത് 10 മാസം പിന്നിടുകയാണ് നമ്മുടെ ഈ ഒരു പരിപാടി 2ാമത്തെ സെഷൻ ആരംഭിച്ചിട്ട്. ഉഷേട്ടത്തി. നമസ്തേ ജയശങ്കര. ബാലശങ്കരം എന്നുള്ള ഒരു പരിപാടി നമ്മുടെ സംഘടന തുടങ്ങി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള, നമുക്കറിയാം ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ തന്നെ 50 വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും ഈ ആധ്യാത്മിക പാതയിലേക്ക് വരുന്നത്. നമ്മള് പഠിക്കണം, അറിഞ്ഞിരിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ അടുത്ത ഒരു തലമുറ നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ച്, ആ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അറിവുള്ളവരായിക്കൊണ്ട് വളർന്നു വരണം എന്നുള്ള സംഘടനയുടെ ഒരു ചിന്താഗതിയിൽ നിന്നാണ് കുട്ടികൾക്കായി ബാലശങ്കരം എന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. അതെ, 1ാം ഭാഗമായിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിട്ട് ബാലശങ്കരം ആദ്യം നടത്തി. അത് ഡോക്ടർ പ്രൊഫസർ സരിത അയ്യർജി ആയിരുന്നു ക്ലാസ്സുകൾ എടുത്തിരുന്നത്. 2ാം ഭാഗമായിട്ട് ഇപ്പോ 10 ക്ലാസ്സുകളാണ്, 10ാമത്തെ ക്ലാസ്സാണ് ഈ മാസം നടക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. കഴിയുന്നത്ര സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് കഴിയുന്നത്ര എത്തിക്കുക, അതനുസരിച്ച് ശാസ്ത്രവിധി അനുസരിച്ച് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ രാമായണം ഇപ്പൊ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തും കുറെ തത്വങ്ങളുണ്ട്. നമ്മുടെ സമയം അധികരിക്കും എന്നുള്ളത് കൊണ്ടാണ്
തത്വങ്ങളെ മാത്രമായിട്ട് നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അതിന്റെ തത്വങ്ങൾ പറയും. പക്ഷെ കഥ പറയുമ്പോൾ നമ്മൾ കഥയാ പറയുന്നത്. കഥയല്ല, കഥയിലെല്ലാം വരികൾക്കിടയിലൂടെ എന്ന് പറയുന്ന പോലെ കഥയിലെല്ലാം ഓരോ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ തത്വത്തെ ഗ്രഹിക്കാനാണ് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത് തന്നെ. രാമായണം നമുക്ക് ഈ 31 ദിവസം കൊണ്ട് നമ്മുടെ കഥകളെങ്കിലും അറിയുന്നുണ്ട്. 31 വർഷം രാമായണം വായിക്കുന്നവര് 31 വർഷം വായിച്ചിട്ടും കഥകൾ പോലും അറിയാത്തവരുമുണ്ട്. നമ്മൾ ദിവസവും പാരായണം ചെയ്താൽ അന്നന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. ആ കഥകളിലൂടെയാണ് നമ്മൾ അത് പോകുന്നത്. ഇനി ഇപ്പൊ 4 വർഷമായിട്ട് ഇത് നടക്കുന്നു. അടുത്ത വർഷം നമുക്ക് കഥകൾ മാറ്റി തത്വങ്ങളിലേക്ക് പോകാം. തത്വങ്ങളാണല്ലോ ഗ്രഹിക്കേണ്ടത്. അപ്പൊ കഥകൾ കുറച്ച് തത്വങ്ങൾ കൂടുതലായിട്ട് പറയാം. ഇതേ ആശയമാണ് നമ്മൾ ബാലശങ്കരത്തിലും അപ്ലൈ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല അറിവ് കൊടുക്കാതിരുന്നാൽ മതി. ജ്ഞാനമില്ലാത്ത യഥാർത്ഥ വഴിയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന, നമുക്കറിയാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ വരുന്ന വാർത്തകൾ, അതിൽ കൂടെ പോകുന്ന കുഞ്ഞുങ്ങള് അവരുടെ അച്ഛനമ്മമാർക്ക് തന്നെയല്ല, കുടുംബത്തിന് തന്നെയല്ല, സമൂഹത്തിനും രാജ്യത്തിനും തന്നെ ഭാരമായി തീരും. അങ്ങനെ ഒരു കുഞ്ഞുങ്ങളാവി പോവാതിരിക്കുന്നതിന് വേണ്ടി, അവരെ നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു മാർഗനിർദ്ദേശം, ഇങ്ങനൊക്കെയും നമുക്ക് ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രവിധി പ്രകാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ അവസരങ്ങളിലും നമുക്ക് രാമായണത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ അറിയാം, ഓരോ ജീവിത സന്ദർഭങ്ങളിലും എങ്ങനെയാണ് ഈ മഹാപുരുഷന്മാർ ചെയ്തത് എന്ന് നമുക്ക് കാണിച്ചു തരിക. അപ്പൊ ആ കാണിച്ചു തരുന്നതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് നമ്മളും അതേ ഓരോ സാഹചര്യങ്ങളിൽ വരുമ്പോൾ ധർമ്മശാസ്ത്രത്തിന് അനുസരിച്ച് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം, ഇതാണ് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം മുതല് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് അത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നുള്ള സംഘടനയുടെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ആ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്നതിലേക്കായിട്ട് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഏതാണ്ട് 10-30 പേരോളം നമ്മൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഓരോ കുഞ്ഞുങ്ങളെ വീതം ഇതിലേക്ക് കൊണ്ടുവരാമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ മക്കള് കൊച്ചുമക്കള് അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായ വീടുകളിലെ കുഞ്ഞുങ്ങള് ആരെ വേണമെങ്കിലും നമുക്ക് ഇവിടെ ജാതി മത വർണ്ണ ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല കൊണ്ടുവന്നാൽ നമുക്ക് ഒരാൾക്കെങ്കിലും അത് പകർന്നു നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും ആവട്ടെ എന്നുള്ളതാണ് സംഘടനയുടെ ഉദ്ദേശം. ഇതിലേക്ക് ഈ ശനിയാഴ്ച നടക്കുന്ന ബാലശങ്കരം പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ അറിവിൽപ്പെട്ട കുഞ്ഞുങ്ങളെ, കുഞ്ഞു ശങ്കരന്മാരെ, ബാലശങ്കരന്മാരെ അതിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. വളരെ സന്തോഷം ഉഷേട്ടത്തി വാക്കുകൾക്ക്. ഇന്നത്തെ രാമായണക്കാറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ജഗദീശന്റെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പങ്കിട്ട് വാങ്ങുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. ജയശങ്കര.